നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പെരുമണ്ണൂർ കോട്ടക്കാവ് അമ്പലം റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. തൃത്താല MLA MP രാജേഷിന്റെ 2022-23 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. 188 മീറ്ററാണ് പുതിയ പാതയുടെ നീളം. തൃത്താല MLAയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ MP രാജേഷ് റോഡ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന അധ്യക്ഷയായി. ചടങ്ങിൽ റോഡ് നിർമ്മാണത്തിന് സ്ഥലം നൽകിയ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് N സാവിത്രിയെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വാർഡംഗം സരിത വിജയൻ, വേണു കുറുപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അറ്റകുറ്റപ്പണികൾക്കായി പുലാമന്തോൾ പാലം ജനുവരി 10 മുതൽ അടച്ചിടും. 1 മാസത്തോളം പാലം അടച്ചിടേണ്ടി വരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ കടന്നുപോകണം. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിക്കുന്ന പുലാമന്തോൾ പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്. ജനുവരി 10 മുതലാണ് പാലം അടച്ചിടുക. 53 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പാലത്തിന് മുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. നേരത്തെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ പാലത്തിന് മുകളിലെ ജോയിന്റ് സ്പാനുകളുടെ തകർച്ച പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നത്. ഇതിന്റെ പ്രവൃത്തികൾക്കായാണ് പാലം പൂർണ്ണമായും അടച്ചിടുന്നത്. 1 മാസക്കാലം പാലം അടച്ചിടേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. വാഹനങ്ങൾ ഇട്ടക്കടവ് പാലം വഴിയും വളപുരം പാലം വഴിയും തിരിച്ചു പോകണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ചാലിശ്ശേരി സെന്ററിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ശനിയാഴ്ച രാവിലെ 6:30യോടെയായിരുന്നു അപകടം. കുന്നംകുളം സ്വദേശിയായ ബൈക്ക് യാത്രക്കാരന്റെ കാലിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. ചാലിശ്ശേരി സെന്ററിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് തിരികെയായിരുന്ന കാർ എതിരെ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. പരുതൂർ പഞ്ചായത്തിലെ പാലത്തറ ഗേറ്റ് 5 മൂല റോഡ് നവീകരണത്തിൽ കോടതി നിർദ്ദേശം കർശനമായി നടപ്പാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. റോഡ് നവീകരണം വൈകിയതിൽ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പാലത്തറ ഗേറ്റ് 5 മൂല റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതി കഴിഞ്ഞ ദിവസം മാസ്ക് വിതരണം ചെയ്ത് പ്രതിഷേധിച്ചിരുന്നു. ആ റോഡിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ നിർഭാഗ്യത്തിന് എത്രയോ റോഡുകളുടെ നിർമ്മാണം, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തൃത്താല മണ്ഡലത്തിൽ നടക്കുന്നു. അവിടെയൊന്നും ഇല്ലാത്ത തരത്തിൽ ഇങ്ങനെ ഒരു കോൺട്രാക്ടർ നമ്മുടെ തലയിൽ വന്ന് വീണുപോയി എന്നത് നമ്മുടെ ഒരു നിർഭാഗ്യമായിരുന്നു. ഒറ്റ അനുഭവമാണിത്. തൃത്താല മണ്ഡലത്തിൽ ഏക അനുഭവമാണ് ഇത് ഉണ്ടായത്. രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമിക്കുന്നുണ്ട്. കിട്ടിയ അവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. പണി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ലല്ലോ. അപ്പോൾ കോൺട്രാക്ടറുടെ വീഴ്ചയാണെങ്കിലും സർക്കാരിൻ്റേത് എന്ന് ചിത്രീകരിക്കാനാണ് താല്പര്യം. അപ്പോൾ ആ രാഷ്ട്രീയ മുതലെടുപ്പിനെ കുറിച്ച് ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല. 2020 ഞാൻ 21 MLA വന്നു. 2020 അവിടെ നാട്ടുകാർ ഉപരോധിച്ചിട്ടുണ്ട്. റോഡ് 2020 ഉപരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ന്യായീകരിച്ചവർ ഇപ്പോൾ കോൺട്രാക്ടറുടെ വീഴ്ച മറിച്ച് സർക്കാരിനെതിരെ രംഗത്ത് വരിക. അന്ന് പൊളിഞ്ഞു കിടക്കുന്നത് മറ്റേ ദീപസ്തംഭ മഹാശ്ചര്യം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണ് ഇപ്പോൾ കോൺട്രാക്ടറുടെ വീഴ്ചയുടെ പേരിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ മറ്റു തർക്കത്തിലിരിക്കുന്നില്ല. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. വീഴ്ച കോൺട്രാക്ടറിൻ്റെതാണെങ്കിലും ജനങ്ങൾക്ക് വലിയ അപരിഹാര്യമായിട്ടുള്ള പ്രയാസമാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ മുമ്പിലുള്ള പ്രയോറിറ്റി അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ്. കോടതി പറഞ്ഞതിനകത്ത് നിന്നുകൊണ്ട് അത് പരിഹരിക്കാനുള്ള നടപടി. തൂതപ്പുഴയിൽ നിർമ്മിക്കുന്ന തിരുവേഗപ്പുറ റെഗുലേറ്ററിന്റെ പ്രവൃത്തികൾ 15 ദിവസത്തിനകം ആരംഭിക്കാൻ നടപടിയായി. 29 കോടി രൂപ ചെലവഴിച്ചാണ് നടപ്പാതയോടുകൂടിയ റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. പദ്ധതി പ്രദേശം മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. തിരുവേഗപ്പുറ തൂതപ്പുഴയ്ക്ക് കുറുകെ നടപ്പാതയോട് കൂടിയുള്ള റെഗുലേറ്ററിന്റെ നിർമ്മാണം ഈ മാസം ആരംഭിക്കാനാണ് നടപടിയായിരിക്കുന്നത്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 29.48 കോടി രൂപ ചെലവിലാണ് റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ട് 1 വർഷമായെങ്കിലും പ്രവൃത്തികൾ തുടങ്ങുവാൻ ഇപ്പോഴാണ് ധാരണയായിരിക്കുന്നത്. പ്രവൃത്തികൾക്ക് മുന്നോടിയായാണ് മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചത്. തിരുവേഗപ്പുറം പഞ്ചായത്തിലെ പൈലിപ്പുറം കാലടിക്കുന്നിനെയും മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് റെഗുലേറ്റർ നിർമ്മിക്കുക. 100 മീറ്റർ നീളത്തിലും 2.5 മീറ്റർ വീതിയിലുമാണ് റെഗുലേറ്റർ നിർമ്മിക്കുക. 1.5 മീറ്റർ വീതിയിൽ റെഗുലേറ്ററിനൊപ്പം നടപ്പാതയും ഉണ്ടാകും. പുഴയിൽ 3 കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം സംഭരിക്കാനും കഴിയും. ഇരു പഞ്ചായത്തുകളിലെയും 200 ഹെക്ടർ കൃഷിഭൂമിക്ക് ജലസേചനത്തിനും കുടിവെള്ളക്ഷാമ പരിഹാരത്തിനും പദ്ധതിയിലൂടെ സാധ്യമാകും. ഏറെക്കാലത്തെ ആവശ്യമാണ് തിരുവേഗപ്പുറയിൽ തൂതപ്പുഴയിൽ സ്ഥിരം തടയണ വേണമെന്നത്. വേനലിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് കുടിവെള്ള പദ്ധതികളിലേക്കുള്ള ജലലഭ്യത ഉറപ്പുവരുത്തിയിരുന്നത്. 2017 തൂതപ്പുഴ കാലടിക്കുന്നിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാനാണ് സർക്കാർ വിഭാവനം ചെയ്തിരുന്നത്. ഇതിനായി ബജറ്റിൽ 16 കോടി രൂപയും വകയിരുത്തിയിരുന്നു. എന്നാൽ ഇതിന് കൂടുതൽ ഫണ്ട് വേണ്ടിവരുമെന്നതിനാൽ പദ്ധതി കിഫ്ബിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ കിഫ്ബി റെഗുലേറ്റർ മാത്രമാണ് പരിഗണിച്ചത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള എല്ലാ നടപടികളുമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്.
സമയബന്ധിതമായി തന്നെ പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്നും സ്ഥലത്തെത്തിയ മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. ഈ കാലടിക്കുന്ന റെഗുലേറ്റർ കം ഫുട്ട് ഓവർ ബ്രിഡ്ജ് അത് കിഫ്ബി വഴിയാണ് അതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കിറ്റ്കിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ ഡിസൈനും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയത്. ആദ്യം 28 കോടി അനുവദിച്ചു. എന്നാൽ 29.2 കോടിയിലധികം തുകക്കാണ് അതിന്റെ TS ആയത്. ആ TS കഴിഞ്ഞതിന് ശേഷം അതിലും കുറഞ്ഞ എമൗണ്ടിലാണ് ഇപ്പോൾ കരാറുകാരൻ ടെൻഡർ എടുത്തിരിക്കുന്നത്. ആ ടെൻഡർ പൂർത്തീകരിച്ച് അഗ്രിമെന്റും വെച്ച് നിർമ്മാണം ആരംഭിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ ആയി. മാത്രമല്ല ഇപ്പോൾ നമ്മളെ പട്ടാമ്പി മണ്ഡലത്തിൽ പൈലിപ്പുറം, തിരുവേപ്ര പഞ്ചായത്തിലെ പൈലിപ്പുറം ഭാഗം, അതോടൊപ്പം തന്നെ നമ്മുടെ ഇരുമ്പുളിയം പഞ്ചായത്ത്, കോട്ടക്കൽ മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിലെ ഇരുമ്പുളിയം പഞ്ചായത്ത് കൊടുമുടിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ്, അതോടൊപ്പം തന്നെ ഏറ്റവും ഇറിഗേഷനും കുടിവെള്ളത്തിനും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു റെഗുലേറ്ററും കൂടിയാണ് വരുന്നത്. റെഗുലേറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം തടഞ്ഞു നിർത്താനും കഴിയും, അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ഒഴിവാക്കാനും കഴിയുന്ന രീതിയിലാണ് റെഗുലേറ്റർ ആയിട്ട് തന്നെയാണ് ഇത് ഉള്ളത്. 2 വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് കരാർ. MLAക്കൊപ്പം കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ CA ജമാലുദ്ദീൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. ആലിക്കര നിവാസികളുടെ ചിരകാല സ്വപ്നമായ മദ്രസ വെള്ളച്ചാൽ റോഡ് തൃത്താല MLAയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയുടെ തനത് ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് ആലിക്കര മദ്രസ റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. പതിറ്റാണ്ടുകളായി കാത്തിരുന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദ തിമിർപ്പിലായ ഗ്രാമവാസികൾ വാദ്യമേളങ്ങളോടെയാണ് മന്ത്രിയെ സ്വീകരിച്ചത്. ചടങ്ങിൽ ഷാജഹാൻ സ്വാഗതം പറഞ്ഞു. തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന അധ്യക്ഷയായി. ബ്ലോക്ക് മെമ്പർ PR കുഞ്ഞുണ്ണി, വാർഡ് മെമ്പർ ഷഹന മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. യേശുവിന്റെ മാമോദിസയെ അനുസ്മരിച്ച് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വെള്ളി, ശനി ദിവസങ്ങളിൽ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം സുറിയാനി ചാപ്പലിലും എൽദോമോർ ബസേലിയോസ് ചാപ്പലിലും വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ 13 അടി ഉയരമുള്ള പിണ്ടിയിൽ ഘടിപ്പിച്ച പ്രകാശത്തിന്റെ ചിരാതുകൾക്ക് ആദ്യം തിരിതെളിയിച്ചു. തുടർന്ന് വിശ്വാസികൾ വീടുകളിൽ പിണ്ടിയിൽ തിരികത്തിച്ചും ചിരാതുകൾ മെഴുകുതിരികളും കത്തിച്ചു. ശനിയാഴ്ച രാവിലെ സുറിയാനി ചാപ്പലിൽ ദനഹ ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ കാർമ്മികനായി. പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, വെള്ളം വാഴ്വ് എന്നിവയുമുണ്ടായി. രാത്രി സുറിയാനി ചാപ്പലിലും എൽദോമോർ ബസേലിയോസ് ചാപ്പലിലും ഒരുക്കിയ പിണ്ടിയിൽ വികാരി തിരിതെളിയിച്ചു. രാത്രിയിലും ഇടവകയ്ക്ക് കീഴിലുള്ള വീടുകളിൽ പിണ്ടിയിൽ ചിരാതുകൾ കത്തിച്ചും മെഴുകുതിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും വിശ്വാസികൾ പിണ്ടി പെരുന്നാളിനെ എതിരേറ്റു. ആഘോഷങ്ങൾക്ക് ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ജനപ്രതിനിധികളുടെ അഭാവത്തിൽ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. 3 ജനപ്രതിനിധികൾ മാത്രമാണ് യോഗത്തിനെത്തിയത്. വിവിധ പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. പുതുവർഷത്തെ ആദ്യ താലൂക്ക് വികസന സമിതി യോഗമാണ് ശനിയാഴ്ച താലൂക്ക് ഹാളിൽ ചേർന്നത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം.
നഗരസഭാ ചെയർപേഴ്സണിന് പുറമെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ എന്നിവരാണ് ജനപ്രതിനിധികളായി യോഗത്തിൽ പങ്കെടുത്തവർ. പട്ടാമ്പി തൃത്താല ബ്ലോക്കുകളിൽ നിന്നുള്ള 16ഓളം ജനപ്രതിനിധികൾ പങ്കെടുക്കേണ്ട യോഗത്തിലാണ് 3 ജനപ്രതിനിധികൾ മാത്രം എത്തിയത്. ഇക്കാര്യം യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. താലൂക്കിലെ വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. പട്ടാമ്പി ഭാരതപ്പുഴയോരത്ത് വിവിധ കേസുകളിൽ പിടികൂടിയ വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് പല പ്രശ്നങ്ങൾക്കും ഇടവരുന്നതായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സൂചിപ്പിച്ചു. ഇത് നീക്കം ചെയ്യാനാവശ്യമായ നടപടികൾ വേണമെന്നായിരുന്നു ആവശ്യം. വാഹനങ്ങൾക്ക് ചെറിയ വാഹനങ്ങളൊക്കെ അതങ്ങനെ കുന്നുകൂടി കിടക്കണം. ഓരോ ഭാഗത്ത് കന്നുകാലികൾ ഇറക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ അവിടെ കിടക്കണം. അതായത് വെള്ളത്തിൽ കിടക്കുന്ന വാഹനങ്ങളുണ്ട്. അപ്പൊ തുരുമ്പ് പിടിച്ചുകൊണ്ടാണ് നമ്മൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന പോലും ആ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് മാറ്റുന്നൊരു നടപടിയായിരുന്നു. 3 ഡിപ്പാർട്ട്മെന്റുകളായി കിടക്കുന്ന വാഹനങ്ങളാണ്. മണ്ണ് പിടിച്ചിട്ട് എക്സൈസിന്റെ പോലീസ് പിടിച്ച വാഹനങ്ങൾ, എല്ലാ വാഹനങ്ങളും കൂടി അവിടെ കൊണ്ട് ഇറക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് തഹസിൽദാർ ടി പി കിഷോർ യോഗത്തിൽ അറിയിച്ചു. കൊപ്പം വിളിയൂർ പഞ്ചായത്തുകളിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാൻ നടപടി വേണമെന്നായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠന്റെ ആവശ്യം. അല്ലെങ്കിൽ വാൾവ് കൂട്ടിയിട്ടേക്കും ചെയ്യണം. കാരണം വെള്ളം ഇങ്ങനെ പോകുമ്പോൾ ജനങ്ങളൊക്കെ മെമ്പർമാരെ കുറ്റം പറയുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കി കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. വിളയൂരും അതുപോലെ തന്നെ കൊപ്പം ഏരിയയിലാണ് അധികം ഞാൻ കാണാറുള്ളത്. വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ സൂചിപ്പിച്ചു. ഒരു മീറ്ററിന് 150 രൂപയാണ് ട്രീറ്റ്മെന്റ് ഇടാൻ വേണ്ടിയിട്ട് KCB ചാർജ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു 5 വർഷം എടുത്താൽ പോലും വലിയ തുക വരുന്നത്. ഒന്നുകിൽ സംയുക്ത പദ്ധതിയായിട്ട് ജില്ലാ പഞ്ചായത്ത് തന്നിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി തരാൻ വേണ്ടി തയ്യാറാവണം. അതല്ലെങ്കിൽ മിനിസ്റ്ററി എന്നുള്ള രീതിയിൽ ചേരണം MLA എന്നുള്ളത്. അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഇടാനുള്ള ഒരു സാവകാശം KCB അനുവദിച്ച് തരണമെന്നാണ് പറയുന്നത്. കൊപ്പം വളാഞ്ചേരി പാതയിൽ റോഡരികിൽ മൺകൂനകൾ നീക്കം ചെയ്യാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളും യോഗം ചർച്ച ചെയ്തു. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവവും യോഗത്തിൽ അധികൃതർ ചൂണ്ടിക്കാട്ടി. താലൂക്കിൽ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും നിലവിൽ 3 വില്ലേജുകളിൽ സർവേ നടപടികൾ പൂർത്തിയായെന്നും ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി സൂചിപ്പിച്ചു. ഇത് ജനങ്ങൾക്ക് പരിശോധിക്കാനുള്ള അവസരം ഉണ്ടെന്നും സർവേ നടക്കുന്ന വില്ലേജുകളിൽ ആളുകളുടെ സഹകരണം ഉണ്ടാകണമെന്നും അവർ ഓർമ്മപ്പെടുത്തി. ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. നൈറ്റ് 2 പബ്ലിഷ് ചെയ്തിട്ട് ജനങ്ങൾക്ക് അത് പരിശോധിക്കുന്നതിനും അവരുടെ പരാതികൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നതിനും ഉള്ള സമയമാണ് ഈ 3 വില്ലേജുകളിൽ. അതോടൊപ്പം തന്നെ കപ്പൂര്, ആനക്കര, പട്ടിത്ര, നാഗലശ്ശേരി വില്ലേജുകളിലെല്ലാം ഡിജിറ്റൽ റീസർവേയുടെ വർക്ക് 60% കൂടുതലുമായിരുന്നു ഇന്നലെ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സമയത്ത് ഡിജിറ്റൽ സർവേ ഉദ്യോഗസ്ഥർ ഫീൽഡിൽ വരുന്ന സമയത്ത് ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് കുറ്റമറ്റ രീതിയിലുള്ള റീസർവേ റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിന് കഴിയുള്ളൂ. അപ്പൊ ജനങ്ങൾ അവരെ സമീപിക്കുന്ന സമയത്ത് അവരുടെ രേഖകൾ, വസ്തുവിനെ സംബന്ധിക്കുന്ന ആധാരങ്ങൾ അല്ലെങ്കിൽ പട്ടയം, നികുതി രസീത് എന്നിവ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ അവരുടെ സ്ഥലത്തിന്റെ അതിരുകളിലുള്ള കാർഡുകൾ ഒന്നയോ ഉണ്ടെങ്കിൽ അത് വെട്ടി തെളിയിച്ച് അവർക്ക് അത്. ജനപ്രതിനിധികൾക്ക് പുറമെ ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ ജില്ലയിലെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ 9 ഗ്രാമപഞ്ചായത്തുകൾ പ്രവർത്തന പരിധിയായിക്കൊണ്ട് രൂപീകരിച്ച ചേലക്കര SSC യുവ ലേബേഴ്സ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് MR രതി മോഹൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ SC/ST കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ്, മന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി KK മുരളീധരൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ്, വളത്തോൾ നഗർ, പാഞ്ഞാൾ, മുള്ളൂർക്കര, വരവൂർ എന്നീ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ, വി തങ്കമ്മ, ഗിരിജ മേലേടത്ത്, PP സുനിത, CPIM നേതാക്കളായ M സുലൈമാൻ, നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സംഘം ഹോണററി സെക്രട്ടറി മൃദുൽ രാജേന്ദ്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് TU വിനീത നന്ദിയും പറഞ്ഞു. കൂടുതൽ ആളുകൾക്ക് വരുമാനം ആർജിക്കാനുമുള്ള ഒരു ഇടപെടലാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിനെ കൂടുതൽ ജനകീയവൽക്കരിക്കാനും അതോടൊപ്പം തന്നെ അതിനെ ജനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രസ്ഥാനമായിട്ട് കൂടുതൽ വളർത്തിയെടുക്കാനും വേണ്ടിയുള്ള വലിയ പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തി വരുന്നത്. ചെറുതുരുത്തി പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വള്ളത്തോൾ നഗർ, മുള്ളൂർക്കര, ദേശമംഗലം, പാഞ്ഞാൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ചെറുതുരുത്തി പ്രസ് ക്ലബ്ബ്. വാർത്തകൾക്കപ്പുറം സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗങ്ങളിലും വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ പൊതുസമ്മേളനം തീരുമാനമെടുത്തു.
ചെറുതുരുത്തിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി അധ്യക്ഷത വഹിച്ചു. വാർഷിക റിപ്പോർട്ട് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജയകുമാർ അവതരിപ്പിച്ചു. ട്രഷറർ സുജിൽ കുമാർ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. പുതിയ പ്രസിഡന്റായി മണി ചെറുതുരുത്തി, സെക്രട്ടറിയായി കെ ജയകുമാർ, ട്രഷററായി മനോജ് കുമാർ, വൈസ് പ്രസിഡന്റായി സുജിൽ കുമാർ, ജോയിന്റ് സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി PV സമീർ, TB മൊയ്തീൻകുട്ടി, CG ഗോവിന്ദ് എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു. CCTV ന്യൂസ്, തളി. ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വെള്ളത്തോൾ നഗർ, പാഞ്ഞാൾ, മുള്ളൂർക്കര, ദേശമംഗലം, പരവൂർ എന്നീ പഞ്ചായത്തുകളിൽ അകപ്പെട്ടുള്ള പ്രാദേശികമായ ന്യൂസുകൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരാണ് അപ്പോൾ പുതിയ ഭാരവാഹികളായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും പുതിയ സംരംഭമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ വർഷവും 2024 കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്ക്. മാളിയേക്കൽ വീട്ടിൽ ഷംസുദ്ദീന്റെ മകൻ 16 വയസ്സുള്ള മിഥിലാജിനാണ് പരിക്കേറ്റത്. വെട്ടിക്കാട്ടിരി പാഞ്ഞാൾ റോഡിൽ രാവിലെയായിരുന്നു സംഭവം. ട്യൂഷന് പോകുന്നതിനിടെ മിഥിലാജിനെ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. സമീപത്ത് വീടുകൾ ഉള്ള സ്ഥലത്തായിരുന്നു ആക്രമണം. എതിർവശത്ത് നിന്ന് ഓടി വന്ന കാട്ടുപന്നി മിഥിലാജിനെ കുത്തിമറച്ചിടുകയായിരുന്നു. അപകടത്തിൽ കാൽപാദത്തിന് ഗുരുതര പരിക്കുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനവാസ മേഖലയായിട്ടും കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. കൂടാതെ തെരുവുനായ ശല്യവും ഇവിടെ രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇനി നവമാധ്യമ കാഴ്ച. വിവാഹാഘോഷങ്ങളിൽ വരനും വധുവും ചേർന്ന് നൃത്തം വയ്ക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. എന്നാൽ വരന്റെ സ്ഥാനം കയ്യേറി പെർഫോമൻസ് കാഴ്ചവെക്കാൻ വന്നാൽ അത് സഹിക്കാൻ മാത്രം അത്ര ക്ഷമയുള്ള ആളല്ല നമ്മുടെ വരൻ. കാണാം രാജഗോപാൽ നൽകിയ ദൃശ്യം. ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.